എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. സോ ഇന്നാണ് ഞാൻ രാവിലെ കാലൊക്കെ തന്നെയാണെങ്കിൽ എണീറ്റിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് പോവാറാണ് കേട്ടോ ഗൈസ്. നമ്മളാണെങ്കിൽ ഒരു പോലും ഇല്ലാത്തതുകൊണ്ട് ഗൈസ് നമ്മളെ വീടിൻ്റെ ഓണറാണെങ്കിൽ നമ്മളെ ഇറക്കിങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു നൈസിനെ. അപ്പം നമ്മളാണെങ്കിൽ ഒരു വേലയും കൂലില്ലാതെ ഗൈസ് ഇപ്പം ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഗൈസ്. ഒരു ഇതുമില്ല കേട്ടോ ഗൈസ്, നമ്മളെ ഒറ്റ മണി പോലും ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ ആണെങ്കിൽ നമ്മൾ ഈ തലയിൽ കിടക്കുന്ന ഈ ഒരു സാധനവും പിന്നെ നമ്മളെ കണ്ണാടിയും തൊപ്പിയും മാത്രമേ ഉള്ളൂ, പിന്നെ ഷൂവും കണ്ടോ ഗൈസ്. അപ്പം നമുക്ക് സൈക്കിളൊക്കെ ഇങ്ങനെ നമ്മൾ പൊക്കിക്കൊണ്ടൊക്കെയാണ് ഗൈസ് ഓട്ടിക്കുന്നത് കണ്ടോ ഗൈസ്. അപ്പോൾ ഫ്രണ്ടൊക്കെ പൊട്ടിയാണ് ഗൈസ് ഓട്ടിക്കുന്നത് നമ്മൾ ഗൈസ്. അങ്ങനെ നമ്മളാണെങ്കിൽ വരിയിലൊരു കടയിൽ നിന്ന് ഹെൽമറ്റും അയാളൊക്കെ നൈസിനങ്ങ് മേടിച്ചായിരുന്നത്. ആക്രി കടയാണ് കേട്ടോ ഗൈസ്. 5 രൂപ ഉള്ളായിരുന്നു ഈ ഒരു ഹെൽമറ്റിനും കാലും, വെറും വില കുറവായിരുന്നു. അപ്പം ഞാൻ പിന്നെ നോക്കാൻ തന്നെ ഈ ഒരു ഹെൽമറ്റും കാലൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. നല്ല വെയിലും കാലമൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഗേസ് നമ്മളെ വെയിലും കാലൊക്കെ ഉള്ളതുകൊണ്ട് ഗേസ് നല്ല ഹെൽമെറ്റ് ഇട്ടാൽ നല്ലതാണ് ഗേസ്. അപ്പം നമ്മുടെ തലയ്ക്ക് ചൂടൊന്നും വലുതായിട്ട് അടിക്കത്തില്ല, തലയൊന്നും വേദനിക്കത്തില്ല. അതുകൊണ്ടാണ് ഗേസ് ഞാനൊരു ഹെൽമെറ്റും കാലൊക്കെ മേടിച്ചിട്ട് അവിടെ ആക്രി കടയാണ്ട് 5 രൂപയ്ക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഗേസ്. ഇനി നമുക്കാണെങ്കിൽ ഇന്ന് ഇതിലേക്കൂടെ ഒന്ന് കയറി നോക്കാം ഗേസ്. നമുക്കിന്ന് സൈക്കിൾ വെച്ചുള്ള വല്ലതൊക്കെ പഠിച്ചതിന് ശേഷം സർക്കസിലും എല്ലാം പോവാം ഗേസ്. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഗേസ്. നമ്മളെല്ലാണെങ്കിൽ ഒറ്റ പൈസ പോലും ഇല്ല, എല്ലാം നമ്മൾ വലിയ പൂവറായിട്ടുണ്ട് കേട്ടോ ഗേസ്. നമ്മളല്ലെങ്കിൽ ഒരു കാർ ഗ്യാരേജ് തുടങ്ങണം ഗൈസ്. ധാരാണ്ടൊക്കെ വിളിക്കുന്നുണ്ടല്ലോ ഗൈസ്. നമ്മളെ ആകപ്പാടൊരു ഫോണും ഉണ്ട് കേട്ടോ ഗൈസ്. ധാരാ വിളിക്കുന്നത് എൻ്റെ പൊന്നോ, ഇതായിട്ട് ഫോണും എടുക്കുന്നില്ല, ഈ പോക്കറ്റിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു. പറയണോ എന്താണ് ഗൈസ്. അപ്പം അവൻ ഓക്കെ ഗൈസ്. ഈ ഹെൽമെറ്റ് നമുക്ക് ഇവിടെ ഊരി കളയാം. ഓക്കെ ഗൈസ്. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാണെങ്കിൽ ഇന്നൊരു ചെറിയൊരു ബാങ്കിനകത്ത് നമുക്ക് റോബറി ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ അവനാണെങ്കിൽ അടിച്ചു മാറ്റി കൊടുക്കുകയാണെങ്കിൽ അവൻ നമുക്കാണെങ്കിൽ പൈസയൊക്കെ കാര്യങ്ങളൊക്കെ തരുമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പം നമ്മൾ വെറുതെ അല്ല ഗൈസ് പോകാം. ബാക്കി വരുന്ന ആ ഫോർച്യൂണർ കണ്ടോ ഗൈസ്, അതാണ് ഗൈസ് നമുക്ക് പോകേണ്ടുള്ള വണ്ടി കേട്ടോ ഗൈസ്. നിർത്ത് ഗൈസ്. അവൻ കറക്റ്റ് അല്ല ഗൈസ്, ഇതല്ല, സോറി ഗൈസ്. നമ്മൾ ഓടിയ എടി ഇതിൻ്റെ പൊന്നോടാ, ഇവനൊക്കെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകത്തില്ല. സൈക്കിളുകളൊക്കെ വെച്ച് ഗൈസ് നമ്മളാണെങ്കിൽ ഓടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ ഗൈസ്. ഓടികളൊക്കെ എടുത്തിട്ടുണ്ട് പൊന്നോ, നല്ല സൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഓടിക്ക് ഗൈസ്. നമുക്ക് ഈ ഒരു ഓടികളൊക്കെ ഇവിടെ ഇടാൻ കേട്ടോ ഗൈസ്. നമുക്ക് രാത്രിയാകുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്നതാണോ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു ഓടികളൊക്കെ ഇവിടെ തന്നെ ഇടാം. ഇതിപ്പോൾ ഈ ഒരു ഓടികളൊക്കെ ഇടാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ATM കാളിലൊക്കെ വരുന്നത്, നമ്മൾ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ ഗൈസ്. നമ്മൾ ATM കാളിലൊക്കെ വരുന്നത് കേട്ടോ ഗൈസ്. ഇപ്പോൾ അത് ഫ്രണ്ടിൽ കാണുന്നതാണ് ATM. അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞ് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഗൈസ് രാത്രി ചെയ്യാൻ, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞു കൊടുക്കും കേട്ടോ ഗൈസ്. കൊച്ചു പിള്ളേരെ കണക്കാണ് ഗൈസ്, അടിച്ചാൽ പോലെ പറഞ്ഞു കൊടുക്കും ഗൈസ് ഉമ്മാരാണെങ്കിൽ ഗൈസ്. എല്ലാവരും പോയിട്ടുണ്ട് ഗൈസ്. നമുക്കിപ്പോൾ റോബറി ചെയ്യണോ ഗൈസ്? രാവിലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. രാത്രി ചെയ്യാം കേട്ടോ. ഇവിടെ ക്യാമറയുണ്ട്, അതാണ് എനിക്ക് ചെറിയൊരു പേടി കേട്ടോ. എന്നാലും ഇവിടെ തന്നെയാണ് ATM കേട്ടോ ഗൈസ്. നമ്മൾ നേരെ വന്നപ്പോൾ തന്നെ അവൻ എന്തായാലും പറഞ്ഞല്ലോ ഗൈസ്. ആ കറക്റ്റ് സ്ഥലത്തെത്തിയപ്പോൾ തന്നെ അവൻ നമ്മളെ വിളിച്ചത് കാര്യമായി. എന്തായാലും ഇവിടെയാണ് ഗൈസ് റോബറി. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ഗണ്ണ് വേണം ഗൈസ്. അപ്പം നമുക്ക് ഗണ്ണുകളൊക്കെ മേടിക്കാൻ പോകണം. നമുക്ക് ഗണ്ണ് വേണം കേട്ടോ ഗൈസ്. ഗണ്ണില്ലാതെ വേറൊരു പരിപാടി ഇല്ലടാ മച്ചാനെ. ഗണ്ണില്ലെങ്കിൽ ഒന്നും നടക്കൂല കേട്ടോ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നല്ലൊരു ഗണ്ണുകളൊക്കെ പോയി ഒപ്പിക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് മിലിറ്ററി ബേസിന് നൈസിന് ഞൊരഞ്ഞ് കയറാം. എന്നിട്ടാണെങ്കിൽ അവിടുത്തെ ഒരു ഗണ്ണുകളൊക്കെ അടിച്ച് മാറ്റാം ഗൈസ്. അപ്പം അവന്മാരെ കയറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഗൈസ്. നമ്മളെ കൈയുടെ ബലമൊക്കെ ഉപയോഗിച്ച് അവന്മാരെ നമുക്ക് തളയ്ക്കാൻ നോക്കാം. അത്യാവശ്യം നമ്മളെ ചെറിയ കരാട്ടയൊക്കെ അറിയാവുന്നുണ്ട്, അവന്മാരെ തളയ്ക്കാനുള്ള ശക്തികളൊക്കെ എനിക്കുണ്ട് ഗൈസ്. അപ്പോൾ അവന്മാരെ നമുക്ക് തളയ്ക്കാം ഗൈസ്. അപ്പം ഞാനാണെങ്കിൽ നേരെ പോകുന്നുണ്ട് ഗൈസ്. അല്ല ഗൈസ്, നമ്മുടെ ഒരു പിസ്റ്റൽ ഇരിപ്പുണ്ടല്ലോ, പിസ്റ്റലൊന്നും പോരാ ഗൈസ്. എന്നാലും നമ്മളെ ഇവന്മാരെ എതിർക്കാൻ നമുക്ക് പിസ്റ്റൽ വെച്ച് പറ്റുമോ നോക്കാം, അല്ലെങ്കിൽ ഇതിലെ മതിലാടിയും കയറാം. അപ്പോൾ നമ്മൾ വിചാരിച്ച് മതിലാടിയും കയറാമെന്ന് കേട്ടോ ഗൈസ്. ഇവിടെ മതിലാടുമ്പോൾ ഒറ്റ മനുഷ്യൻ കാണൂല ഗൈസ്. അതുപോലെ തന്നെ ഇവിടെയാണ് ഇവന്മാരെ തോക്കുകളും സ്റ്റോറേജ് ചെയ്ത് വെച്ചേക്കുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ മതിലുകളൊക്കെ ചാടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഗണ്ണ് ആരെയൊന്ന് മേടിക്കാം ഗൈസ്. ഇവിടെ ഒറ്റ ഒരുത്തനെ കാണുന്നില്ല. നമ്മൾ പിസ്റ്റൽ എടുത്തേക്കാം ഗൈസ്. എൻ്റെ പൊന്നടാ പിസ്റ്റല്, എൻ്റെ പൊന്നടാ ഗൈസ്. ഇവിടെയാണ് ഈ തോക്കിങ്ങളൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്. ഒരുത്തനെ നമുക്ക് ഇവിടെ തട്ടിയാലും നടക്കത്തോളൂ ഗൈസ്. എൻ്റെ പൊന്നെ ആരും കാണല്ലേ, ആരെങ്കിലും കണ്ട ഗൈസ് അപ്പരെല്ലാം കൂടെ ഓടിങ്ങ് വന്നോളൂ. അങ്ങനെയാണ് പട്ടികളെ കണക്കാണ് ഗൈസ് ഇവന്മാർ
എന്തൊരു സ്വഭാവം എച്ചിക്കുണമാണ് കേസ് ഇവന്മാരാണെങ്കിൽ പട്ടാളം കണക്ക് ഓടിയും കയറി നാണമില്ല ഇവന്മാർക്ക്. ഓരോരുത്തന്മാരായിട്ട് വന്നാലും വലിയ കുഴപ്പമില്ല. ഇതാണെങ്കിൽ കൂട്ടത്തോടെ ഒരു കുടുംബത്തോടെ വരുന്ന കണക്കിങ്ങ് വരും ഇവന്മാർ. അതാണ് എനിക്കിഷ്ടമല്ലാത്ത. പക്ഷേ ഇതിൻ്റെ മണ്ടേ എൻ്റെ പൊന്നെ ഇതൊക്കെ എന്തുവാണെങ്കിൽ എൻ്റെ മുകളിൽ കയറാൻ പാടാണ്. എവിടെ കയറുന്നു മോനെ? ഇവനാണെങ്കിൽ പറഞ്ഞ കണക്കല്ല കേസ് ഇവനെ ഒന്ന് പോകുന്നത്. എന്നാലും നമുക്ക് ഇവിടെ ആയിട്ട് നിൽക്കാം കേസ്. അപ്പം ഇവിടെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി കവറിങ് ഏരിയയൊക്കെ ഉണ്ട് കേസ്. ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളി മറ്റേ മിഷ്യൻ കണ്ടാണ് കേസ്. അതാണ് എനിക്ക് ഇഷ്ടം. അപ്പം ആ കേസ് അങ്ങനെ കേസ് നമ്മളെ തോക്കിരിക്കുന്നു ഇവിടെ വന്നിട്ടുണ്ട്. കേസ് നമുക്ക് കുത്തി പൊട്ടിച്ച് തോക്കങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മനടാ മിഷ്യൻ കണ്ടിട്ട് ആർക്കെങ്കിലും വില ചോദിക്കണ്ടടാ. എന്തായാലും കേസ് ഇനി നമുക്കിത് കൈ പിടിച്ചുകൊണ്ടിരുന്നൊന്നും പറ്റൂല കേട്ടോ കേസ്. ഇവിടെ ബാഗ് ഉണ്ടോ നോക്കാം. ഒരു ബാഗ് നമ്മുടെ കേസ്. അപ്പം നമ്മുടെ ബാഗിലോട്ട് നമ്മളെ മിഷ്യൻ കണ്ടിട്ട് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ആരെങ്കിലും നമ്മളെ എൻ്റെ അള്ളാഹുവേ തേഞ്ഞ് കേസ്. എൻ്റെ പൊന്നടാ, എൻ്റെ പൊന്നെ മച്ചാമാരെ അവൻ കണ്ടോയെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും അവനെ അങ്ങ് തീർക്കാൻ വേണോ കേസ്? എന്തായാലും അവനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാണ് കേസ് അവനെയൊക്കെ ചെന്ന് തോണ്ടുന്നത്? അപ്പോൾ കേസ് അവന്മാർ വീണ്ടും ഓടി വരും. അപ്പോൾ വീണ്ടും ഇതാവും. അവന്മാർ കാണുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോവാം കേസ്. അപ്പോൾ ഇവിടുത്തെ ആണെങ്കിൽ മതിലെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇൻവിസിബിൾ മതിലാണ് കേസ്. നമ്മൾ കാണുകയാണെങ്കിൽ ഒരിതുപോലെയാണ്. ഇതൊരു ലേസറാണ് കേട്ടോ കേസ്. ഇപ്പം ഞാനാണെങ്കിൽ അതെന്ന് വെച്ചാൽ ക്ലോത്തിൽ മാത്രമേ ഇതാകത്തുള്ളൂ കേസ്. പൊട്ടന്മാരാണ് കേസ്, ക്ലോത്തിൽ മാത്രമേ ആകത്തുള്ളൂ. ഞാനാണെങ്കിൽ ഉടുപ്പില്ലാത്ത ഈ ബനിയനായതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അതാണ് കേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്തായാലും കേസ് ഇന്ന് രാത്രിയാവാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ കേസ്. എന്തായാലും കേസ് എൻ്റെ പൊന്നോ രാത്രിയാവാൻ വെയിറ്റ് ചെയ്യണം കേസ്. അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് രാത്രിയാവണം കേസ്. രാത്രി ആവുന്നത് വരെ കേസ് ഇവിടെ വല്ലതും ഇരിക്കാം കേസ്. അതാണ് നല്ലത്. ഈ തണലത്ത് വല്ലതും നിൽക്കാം കേസ്. അപ്പം നമ്മൾ രാത്രി ആവുന്നവരെ വെയിറ്റ് ചെയ്യാൻ കേസ്. ആളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കേസ്. എൻ്റെ പൊന്നോ കേസ് ഞാനാണെങ്കിൽ ചെറുതായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. നമ്മളെ ജോൺ ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞിടാ പോകുന്നില്ലേന്ന്. ഞാൻ തന്നെ കേസ് അപ്പം ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേസ്. ഇപ്പരാ ഞാൻ ഇത് വിളിച്ചില്ലായിരുന്നെങ്കിൽ കേസ് ഇപ്പരൊന്നും നടക്കൂലായിരുന്നു. എൻ്റെ പൊന്നടാ ലേറ്റൊക്കെ ഇട്ടാണോ കേസ് അങ്ങോട്ട് ചെന്ന് കയറുന്ന കേസ്. അപ്പോൾ അതിന് ഇവിടെ എല്ലാം ബോംബിടണം കേട്ടോ കേസ്. ഇവിടെ എല്ലാം അടിപൊളിയായിട്ട് നല്ല കടിച്ചാന്ന് പറഞ്ഞ് ബോംബിടണം. അപ്പോൾ അതിനാണ് നമ്മളെ സൈക്കിളും കാലൊക്കെ ഇങ്ങോട്ടും ഒതുക്കുക. എല്ലാത്തിനും ഇവിടുന്ന് തീർത്താലേ നടക്കത്തുള്ളൂ. അതല്ലേ നമ്മളെ മിഷ്യൻ കണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ അതിൻ്റെ അവിടെ കൂടെ മിസൈലുകൾ കിട്ടിയായിരുന്നു. ഫസ്റ്റ് നമുക്ക് മിസൈൽ വെച്ച് ഈ വണ്ടി ഇങ്ങ് ഒട്ടിച്ചേക്കാം. ഇത് നടക്കുന്ന പരിപാടിയായിട്ട് എനിക്ക് തോന്നില്ല. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചതേ ഉള്ളൂ കേസ്, ഇപ്പം ഉപയോഗിക്കത്തില്ല. ഇത് പോയാൽ പൊട്ടുന്നില്ലല്ലേ കേസ്. കറക്റ്റ് ആര് വണ്ടി തട്ടിയില്ല കേസ്. ഇതിന് എയിം കുറവാണ് കേസ്, എനിക്ക് എണ്ണം കുറവാണ്. ആഹാ എന്നെ അമ്മ ഇപ്പം ശരിയായി വരുന്നുണ്ട് കേസുമാരെല്ലാം തീർത്തിട്ടേ എനിക്ക് പറ്റത്തുള്ളൂ കേസ്. ആ ഒരു ബാഗ് കാണൊക്കെ റോബറി ചെയ്യാൻ. എൻ്റെ പൊന്നോ എൻ്റെ അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ആണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ മച്ചാമാരെ.